ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ഹണി നട്ട്സ് വ്ലോഗ്സ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട് 1/2 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ഒരു 5 എണ്ണം നമുക്ക് എടുക്കാം. പിന്നെ കൊള്ളി 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ 2 കായ എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, കായ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2 കുടം വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും ഇഞ്ചിയും നമുക്ക് ആവശ്യമുണ്ട്. ഇനി വളരെ പെട്ടെന്ന് നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കുക്കറിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറുവപ്പട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കോലം 1 എണ്ണം ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകം 1 ടീസ്പൂൺ. 5 സവാള നമ്മൾ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് സവാള വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്തിരിക്കുന്ന മസാലകളൊക്കെ നന്നായിട്ട് ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി നമ്മൾ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കായ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ഇനി വേവാൻ ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മുതൽ 6 വിസിൽ വരെ നമ്മൾ ചേർത്തിരിക്കുന്ന ബീഫിൻ്റെ വേവ് പോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്ത കപ്പ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ ആ വെള്ളം നമുക്ക് ഊറ്റി കളയേണ്ടതാണ്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റി മാറ്റാം. വേവിക്കാൻ വെച്ച ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം തുറക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ സൗകര്യത്തിനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ തന്നെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ച കപ്പ അതിൽ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് ആ കപ്പ കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.